Good afternoon. എല്ലാവർക്കും നമസ്കാരം. മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സ്റ്റേഷൻ ഓഫീസർ ട്രെയിനി ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിലേക്കുള്ള കേരള PSC നടത്തുന്ന എക്സാമിന്റെ മാത്തമാറ്റിക്സ് അതിന്റെ മൊഡ്യൂൾ 4 ആണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്തത്. രാവിലെ നമ്മൾ ലിമിറ്റ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിലെ ഫസ്റ്റ് ഭാഗം പറഞ്ഞു അല്ലേ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അതിന്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ ഇതോടെ ലിമിറ്റ്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നമ്മൾ കവർ ചെയ്യേണ്ട ഒരുവിധപ്പെട്ട ടോപ്പിക്കുകൾ, ഒരുവിധപ്പെട്ട കേസുകളൊക്കെ തീരും. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. ഇതിന് മുമ്പ് രാവിലെ നമ്മൾ പറഞ്ഞതിൽ എൽ ഹോസ്പിറ്റൽസ് റൂൾ എന്ന് പറഞ്ഞ റൂൾ യൂസ് ചെയ്തിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസും പിന്നെ കുറച്ച് ഫോർമുല യൂസ് ചെയ്തിട്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസും ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കുറച്ചും കൂടെ ഫോർമുല വരുന്ന ടൈപ്പ് ഇൻഡിറ്റർമിനേറ്റ് ഫോം തന്നെയാണ്. അതിൽ വേറൊരു കാറ്റഗറി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 0/0 ഫോം, അതാണ് എൽ ഹോസ്പിറ്റൽസ് റൂൾ, അല്ലെങ്കിൽ ഇൻഫിനിറ്റി ഫോം ആണ് നമ്മൾ എൽ ഹോസ്പിറ്റൽസ് റൂൾ ആയിട്ട് ചെയ്തത്. ഇപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് 1/∞ ഒക്കെ വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് എങ്ങനെ നമുക്ക് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഇവിടെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയാൽ പ്ലേലിസ്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് ജോയിൻ ചെയ്യാം. ഇനി ചാറ്റ് ബോക്സിലും ഈ പറയുന്ന ലിങ്ക് ഞാൻ പോസ്റ്റ് ചെയ്യാം. അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും കാണാനും കേൾക്കാനൊക്കെ ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കാണാനും കേൾക്കാനൊക്കെ ഉണ്ടെങ്കിൽ. ക്വസ്റ്റ്യൻസിലേക്ക് പോകാലോ, മീൻസ് ടോപ്പിക്കിലേക്ക് പോകാം. നമുക്ക് ക്വസ്റ്റ്യൻസ് പറയുന്നതിന് മുമ്പ് ആദ്യം കുറച്ച് ഫോർമുല നമുക്ക് പഠിക്കാം. അപ്പോൾ ആദ്യത്തെ കേസാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇൻഡിറ്റർമിനേറ്റ് ഫോം തന്നെയാണ്. ഇവാലുവേഷൻ ഓഫ് ദ എക്സ്പോണൻഷ്യൽ ലിമിറ്റ്സ് ഓഫ് ദ ഫോം 1/∞. 1/∞ എന്ന ഫോമാറ്റിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യാം. അതിൽ തന്നെ രണ്ട് കാറ്റഗറി ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒന്നാമത്തെ കാറ്റഗറിയാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. ഇഫ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1ഉം ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയും ആണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് റേസ് ടു ജി ഓഫ് എക്സ് എന്ന് വരുമ്പോൾ എന്ത് വരും? 1/∞ ഇത് വരും. കാരണം എഫ് ഓഫ് എക്സിന്റെ ലിമിറ്റ് 1ഉം ജി ഓഫ് എക്സിന്റെ ലിമിറ്റ് ഇൻഫിനിറ്റിയും ആണ്. Therefore it will be 1/∞. ഇതൊരു ഇൻഡിറ്റർമിനേറ്റ് ഫോം ആണ് അല്ലെ. ഇങ്ങനെ എഴുതുമ്പോൾ നമുക്കിത് ചെയ്യാൻ ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനത്തെ കേസുകളിൽ ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട ലിമിറ്റ് ഇതാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കുക. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് റേസ് ടു ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ്പോണൻഷ്യൽ ആയിട്ട് നമ്മൾ എടുക്കും. ഇ റേസ് ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് -1 ഇൻറ്റു ജി ഓഫ് എക്സ്. ഇങ്ങനെ എടുത്തിട്ട് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇത് ഒരു മെത്തേഡാണ്, ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇ റേസ് ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് -1 ഇൻറ്റു ജി ഓഫ് എക്സ് എന്നാണ് നമ്മൾ അവിടെ എക്സ്പ്രഷൻ എഴുതാം. ഓക്കെ, അടുത്തത് രണ്ടാമത്തെ കേസ് നോക്കിക്കോളൂ. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സും ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ ജി ഓഫ് എക്സും 0 ആണെങ്കിൽ, നേരത്തെ ഒന്ന് 1ഉം ഒന്ന് ഇൻഫിനിറ്റി ആണ് പറഞ്ഞത് നമ്മൾ, ഇവിടെ രണ്ടും 0 ആണ് എങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ 1 പ്ലസ് എഫ് ഓഫ് എക്സ് ഹോൾ റേസ് ടു 1/g ഓഫ് എക്സ് എന്ന് പറയുന്നതും എന്താണ്? 1/∞ ആണ്. അഗൈൻ അതും ഒരു ഇൻഡിറ്റർമിനേറ്റ് ഫോം ആണ്. 1/∞ വന്നാൽ നമുക്ക് ഇവിടെയും നേരിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ കേസിലും നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല ഇതാണ്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ 1 പ്ലസ് എഫ് ഓഫ് എക്സ് ഹോൾ റേസ് ടു 1/g ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ്പോണൻഷ്യൽ ആയിട്ട് നമ്മൾ എടുക്കും ഇ റേസ് ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് എന്നെടുത്തിട്ടാണ് നമ്മൾ ഇതിന്റെ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഇത് രണ്ടും വളരെ വ്യക്തമായിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഫോർമുലയാണ്. 1/∞ എന്ന് പറയുന്ന ഇൻഡിറ്റർമിനേറ്റ് ഫോം വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. ഓക്കെ, ഇത് രണ്ടും കൃത്യമായിട്ട് തന്നെ നോട്ട് ചെയ്ത് വെക്കാം. ഇനി ഇതിന്റെ കൂടെ തന്നെ നമുക്ക് സ്പെഷ്യൽ കേസുകളായിട്ട് ഇതിൽ തന്നെ ഇത് യൂസ് ചെയ്തുകൊണ്ട് ചെയ്യുന്നതിൽ തന്നെ നമുക്ക് സ്പെഷ്യൽ കേസുകളായിട്ട് ഒന്ന് രണ്ട് ഫോർമുലയും കൂടെ കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. അപ്പൊ അതാകുമ്പോൾ ഇതിലിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾ കണ്ടുപിടിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ആ ഒരു മെത്തേഡ് ഉപയോഗിക്കാം. ഓക്കെ, അതല്ലാത്ത കേസുകളൊക്കെ നമുക്ക് ഇതിനകത്ത് മാറ്റിയിട്ട് ഈ റേസ് ടു ലിമിറ്റ് കണ്ടുപിടിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലാത്ത കേസുകളിൽ ഡയറക്റ്റ് ആയിട്ട് ചെയ്യാനുള്ള ഒരു 4 ഫോർമുല ഉണ്ട്, അതൊന്ന് നോക്കിക്കോളൂ.
അതിൽ ഒന്നാമത്തെ ഫോർമുലയാണ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 1 പ്ലസ് എക്സ് ഹോൾ റേസ് ടു 1 ബൈ എക്സ് 1 പ്ലസ് എക്സ് ഹോൾ റേസ് ടു 1 ബൈ എക്സ്. ഇവിടെ എഫ് ഓഫ് എക്സും അതുപോലെ തന്നെ ജി ഓഫ് എക്സും എന്താണ്? എഫ് ഓഫ് എക്സ് ആൻഡ് ജി ഓഫ് എക്സ് ആർ എക്സ്. നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ കാണുന്ന ക്വസ്റ്റ്യൻ ഫോർമാറ്റിലാണ് ഇവിടെ ഉള്ളത്. 1 പ്ലസ് എഫ് ഓഫ് എക്സ് ഓൾ റേസ് ടു 1 ബൈ ജി ഓഫ് എക്സ് അല്ലെ. നോക്കൂ, എഫ് ഓഫ് എക്സ് എക്സ് ആണ്, ജി ഓഫ് എക്സും എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എക്സ്റ്റെൻസ് ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതും ജി ഓഫ് എക്സ് എന്ന് പറയുന്നതും എന്താണ്? 0 തന്നെയാണ് അല്ലെ. എഫ് ഓഫ് എക്സിന്റെ ലിമിറ്റും ജി ഓഫ് എക്സിന്റെ ലിമിറ്റും 0 തന്നെയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു എക്സ്പ്രഷൻ എടുക്കുമ്പോൾ ഇത് 1 റേസ് ടു ഇൻഫിനിറ്റി എന്നുള്ള ഫോർമാറ്റിലാണ് വരിക. കാരണം ഇവിടെ എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ 1 റേസ് ടു 1 ബൈ 0 1 ബൈ 0 നമുക്ക് ഇൻഫിനിറ്റി എന്ന് പറയാം. അപ്പൊ ആ കേസിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഈ ഒരു ഫോർമുലയൊക്കെ യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ എങ്ങനെ എഴുതണം? ഇ റേസ് ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് എന്ന് എഴുതണം അല്ലെ. ദാറ്റ് ഇസ് ഇ റേസ് ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് നമ്മൾ എഴുതണം രണ്ടാമത്തെ ഫോർമുല യൂസ് ചെയ്തിട്ട്. ദാറ്റ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ബൈ എക്സ് ദാറ്റ് ഇസ് 1 അല്ലെ. ഇ റേസ് ടു 1 എന്നാണ് ആൻസർ വരിക, ഇ എന്നാണ് വരിക. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നതിന് പകരം ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് എഴുതി വെക്കാം? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 1 പ്ലസ് എക്സ് ഹോൾ റേസ് ടു 1 ബൈ എക്സ് ഇ എന്ന് എഴുതി വെക്കാം. ഓക്കെ, 1 plus x limit extends to 0 1 plus x whole raised to 1 by x is equal to e എന്ന് എഴുതി വെക്കാം. അടുത്ത കേസ് നോക്കാം. ഇവിടെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി ആണ്. എക്സ്റ്റെൻസ് ടു 0 ആയിരുന്നു നേരത്തെ, ഇവിടെ എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി ആണ്. 1 plus 1 by x whole raised to x. ഈ ഇതും എന്ത് തന്നെയാണ്? ഇതേ കേസ് തന്നെയാണ് അല്ലെ. ഇവിടെ എഫ് ഓഫ് എക്സ് ആയിട്ട് നമ്മൾ എടുക്കുന്ന ആരെയാണ്? 1 by x ആണെന്ന് മാത്രം. എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും 1 by x ആണ്. അപ്പൊ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി 1 by x tends to 0 ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി അല്ലെ. അപ്പൊ ഇവിടെ അതേ കേസ് തന്നെയാണ്. 1 റേസ് ടു ഇൻഫിനിറ്റി എന്നുള്ള ഫോർമാറ്റ് ആണ് വരിക. ഇതിന്റെ ആൻസർ നമുക്ക് നേരിട്ട് പറയാം. ഇറ്റ് ഇസ് ഇ റേസ് ടു 1 അല്ലെങ്കിൽ ഇ എന്ന് പറയാം. ഇതിൽ തന്നെ ചെറിയ മോഡിഫിക്കേഷൻസ് വരുത്താം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി, ഈ എക്സ് ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? എക്സ് പ്ലസ് 1 ബൈ എക്സ് ഹോൾ റേസ് ടു എക്സ് എന്ന് പറയുന്നതും എന്താണ്? ഇ തന്നെയാണ്. അതും നിങ്ങൾ ഇതിന്റെ കൂടെ പഠിച്ചോളൂ. ഇനി മറ്റൊരു കേസും കൂടെ ഇതിനുണ്ട്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി എക്സ് ബൈ എക്സ് പ്ലസ് 1 ആണ് വരുന്നതെങ്കിൽ, നേരെ റെസിപ്രോക്കൽ ആണ് വരുന്നതെങ്കിൽ ഹോൾ റേസ് ടു എക്സ് ഉണ്ടാവും. ദാറ്റ് ഇസ് ഈക്വൽ ടു ദിസ് ഇസ് 1 ബൈ ഇ എന്നും പഠിച്ചോളൂ. അപ്പൊ ഈ ഒരു ഫോർമുലയും ഈ രണ്ട് ഫോർമുലയും കൂടെ നിങ്ങൾ ഇതിനകത്ത് പഠിച്ചു വെക്കുക. ഒറ്റ ഫോർമുലയാണ്, അതിൽ നിന്ന് മോഡിഫൈ ചെയ്തിട്ടുള്ള രണ്ട് ഫോർമുലയും കൂടെ ഉണ്ട്. അതും കൂടെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇതൊക്കെ ഇൻഡിറ്റർമിനന്റ് ഫോം 1 റേസ് ടു ഇൻഫിനിറ്റി വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അതിനകത്ത് സിമ്പിൾ ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കാവുന്ന കുറച്ച് ഫോർമുലയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വേറൊരു സെറ്റ് ഓഫ് ഫോർമുല നോക്കാം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 1 പ്ലസ് ലാംഡ എക്സ് ഹോൾ റേസ് ടു 1 ബൈ എക്സ്. ഈ എക്സ്പ്രഷൻ തന്നെയാണ്, പക്ഷെ ഇതിന് എക്സിന് ഒരു കോഎഫിഷ്യന്റ് ലാംഡ വന്നിട്ടുണ്ട്. അങ്ങനെ ലാംഡ വരുവാണെങ്കിൽ ഇതിന്റെ ആൻസറിൽ ഇയുടെ പവർ ആയിട്ടും എന്ത് വരും? ലാംഡ വരും. അപ്പൊ ആൻസർ വരുന്നത് ഇ റേസ് ടു ലാംഡ. ഓക്കെ, അടുത്ത കേസിലും അങ്ങനെ തന്നെയാണ്. ഇവിടെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി ആണ്. ഇവിടെ എക്സ്റ്റെൻസ് ടു 0 ആയിരുന്നു, ഇവിടെ എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി ആണ്. 1 പ്ലസ് ലാംഡ ബൈ എക്സ് ഹോൾ റേസ് ടു എക്സ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു ലാംഡ എന്ന് വരും. ഇതിനെ നമുക്ക് ഇങ്ങനെ മോഡിഫൈ ചെയ്തിട്ട് എഴുതാം. എക്സ് പ്ലസ് ലാംഡ ബൈ എക്സ് ഹോൾ റേസ് ടു എക്സ് എന്ന് എഴുതാം. അപ്പൊ ഇ റേസ് ടു ലാംഡ എന്നുള്ള ലിമിറ്റ് നമുക്ക് കിട്ടും. അപ്പൊ ഈ ഒരു 3-4 ലിമിറ്റ് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടാവും. ഓക്കെ, ഇനി മറ്റൊരു കാര്യം കൂടെ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കാനായിട്ട് പറയാം. അത് ഇതാണ്, ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഇപ്പോ നമുക്ക് പോളിനോമിയൽസ് രണ്ടെണ്ണം തന്നെന്ന് വിചാരിക്കാം. ഇപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ എക്സ് ക്യൂബ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 2 എന്ന് പറഞ്ഞൊരു എക്സ്പ്രഷൻ തന്നിട്ട് വിചാരിക്കും. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വിചാരിക്കാം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മുകളിലും ഒരു പോളിനോമിയൽ ആണ്, താഴെയും ഒരു പോളിനോമിയൽ ആണ്. ഇതിന്റെ ലിമിറ്റ് വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇവിടെ മുകളിൽ നോക്കുക, ഹയസ്റ്റ് പവർ ടേം ഏതാണ്? എക്സ് സ്ക്വയർ ആണ്. താഴെയുള്ള ഹയസ്റ്റ് പവർ ടേം ഏതാണ്? എക്സ് ക്യൂബ് ആണ്. അപ്പൊ ഈ ഒരു ടോട്ടൽ ഈ ഒരു കോഷ്യന്റിലെ ഏറ്റവും വലിയ പവർ ടേം എന്ന് പറഞ്ഞാൽ എക്സ് ക്യൂബ് ആണ്. അത് രണ്ട് സ്ഥലത്തും നിങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഇപ്പൊ എവിടെയെങ്കിലും ഇല്ലാത്ത സ്ഥലം ഉണ്ടെങ്കിൽ, ഇപ്പൊ ന്യൂമറേറ്ററിൽ ഇവിടെ ഇല്ല, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി
ഇവിടെ ആ എക്സ് ക്യൂബിന് ഒരു കോഎഫിഷ്യന്റ് കൊണ്ടുവരിക. നമുക്ക് ആ എക്സ്പ്രഷൻ ഇല്ലാത്തതുകൊണ്ട് 0x³ എന്ന് എഴുതാം. 0x³ പ്ലസ് എക്സ് പ്ലസ് 1 എന്ന് എഴുതാം. ഡിവൈഡ് x² പ്ലസ് എക്സ് പ്ലസ് 1 എന്ന് എഴുതാം. ഇവിടെ x³ ഉണ്ട് ഓൾറെഡി. അപ്പൊ x³ പ്ലസ് x² പ്ലസ് 2 എന്ന് എഴുതാം. ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. രണ്ട് സൈഡിലും എന്ത് കൊണ്ടുവന്നു നമ്മൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും x³ ടേം കൊണ്ടുവന്നു. ഇല്ലാത്ത ടേമിന് പകരം നമ്മൾ 0 എന്ന് കൊടുക്കും. ഓക്കെ, ദെൻ അപ്പോൾ ഇതിന്റെ ലിമിറ്റ് ആയിട്ട് നമ്മൾ എന്ത് എഴുതിയാൽ മതി? ആ ഹയസ്റ്റ് പവർ ടേമിന്റെ കോഎഫിഷ്യൻസ് ഡിവൈഡ് ചെയ്താൽ മതി. 0/1 ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് എഴുതാം. ഇങ്ങനെ ലിമിറ്റ് ഇൻഫിനിറ്റി ആണ്. മുകളിലും താഴെയും പോളിനോമിയൽസ് ആണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. 4x² പ്ലസ് 3x പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2x² പ്ലസ് 1 എന്ന് പറയുന്ന എക്സ്പ്രഷന്റെ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ന്യൂമറേറ്ററിന്റെയും ഡിനോമിനേറ്ററിന്റെയും ഹയസ്റ്റ് പവർ ടേം ഏതാ നോക്കുക. രണ്ടിന്റെയും പവർ x² ആണ്. അപ്പോൾ വേറെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. x² ആണ് ഓൾറെഡി അവിടെ ഉള്ളത്. അതിന്റെ കോഎഫിഷ്യന്റ് മാത്രം അവിടെ ഡിവൈഡ് ചെയ്താൽ മതി. 4/2 ആൻസർ എന്തായിരിക്കും? 2 ആയിരിക്കും. ഇങ്ങനെ ഒരു എളുപ്പ വഴിയും കൂടെ ഈ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റിയിൽ മുകളിലും താഴെയും പോളിനോമിയൽ വരുന്ന ക്വസ്റ്റ്യൻസിൽ ഉണ്ട്. അതും കൂടെ നിങ്ങൾ ഇതിൻ്റെ കൂടെ ഒന്ന് പഠിച്ചോളൂ. അപ്പൊ ഏകദേശം ഒരുവിധപ്പെട്ട ലിമിറ്റ് കേസുകളൊക്കെ നമ്മൾ ഇവിടെ കവർ ചെയ്തിട്ടുണ്ട് എന്ന് പഠിക്കാം അല്ലെങ്കിൽ പറയാം. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു 5-6 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1. ഒന്നാമത്തെ ചോദ്യം നോക്കൂ. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി x plus 1 by x plus 6 whole raised to 4. x plus 1 by x plus 6 whole raised to 4. ഇതിനെ എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും? ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി x plus 1 whole raised to 4 divided by x plus 6 whole raised to 4. ഇങ്ങനെ എഴുതാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അറിയാം ഇവിടെ മുകളിലും പോളിനോമിയലാണ് താഴെയും പോളിനോമിയലാണ്. ഇതിന്റെ ഹയസ്റ്റ് പവർ എന്താണ് വരിക? x⁴ ആണ് വരിക. ഇതിന്റെ ഹയസ്റ്റ് പവർ എന്താണ് വരിക? x⁴ ആണ് വരിക. അപ്പൊ ഇനി വേറെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി അതിന്റെ കോഎഫിഷ്യന്റ് എന്തായിരിക്കും? x⁴ കോഎഫിഷ്യന്റ് 1 ആയിരിക്കും. താഴത്തെ x⁴ കോഎഫിഷ്യന്റ് 1 ആയിരിക്കും. യു വിൽ ഗെറ്റ് ആൻസർ 1 എന്നുള്ള ആൻസർ ആണ് നമുക്കിവിടെ കിട്ടുക. ശരിക്കും നമ്മൾ എക്സ് ഔട്ട്സൈഡ് എടുത്ത് കളഞ്ഞ് അത് ഡിവൈഡ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത്. ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും കേട്ടോ. ഇനി വേറൊരു മെത്തേഡിൽ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഇതൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഇത് ഞങ്ങൾ ഇങ്ങനെയല്ലോ ചെയ്യാറ് എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും. അവർക്ക് വേണ്ടി ഞാൻ നിങ്ങൾ ചെയ്യുന്ന മെത്തേഡ് ഞാൻ പറയാം. എക്സ് ഇവിടെ നിന്ന് ഔട്ട് സൈഡ് എടുക്കും. 1 + 1/x എന്ന് കിട്ടും. താഴെ നിന്നും എക്സ് ഔട്ട് സൈഡ് എടുക്കും. 1 + 6/x എന്ന് കിട്ടും. ഇനി ഹോൾ റേസ് ടു 4 അവിടെ ഉണ്ട്. ഇത് നമ്മൾ കട്ട് ചെയ്ത് കളയും. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ ഹോൾ റേസ് ടു 4 എല്ലാത്തിനും കൂടെ ഉള്ളതായതുകൊണ്ട് ലിമിറ്റിന്റെ അകത്തേക്ക് നമുക്ക് കൊടുക്കാം. ദാറ്റ് ഇസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി 1 + 1/x divided by 1 + 6/x whole raised to 4 എന്ന് എടുക്കാം അല്ലെ. this is equal to ഇതിന്റെ ലിമിറ്റ് എന്താ വരിക? 1/x extends to infinity 1/infinity പറഞ്ഞാൽ 0 അല്ലേ. മുകളിലും താഴെയും 1 + 0 1 + 0 എന്ന് വരും. 1⁴ that is 1 എന്ന് കിട്ടും. ഇങ്ങനെയും നിങ്ങൾ ചെയ്യുന്നുണ്ടാവും. ഇങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇതും കറക്റ്റ് ആണ്. പക്ഷെ അതിൽ എളുപ്പത്തിൽ പെട്ടെന്ന് നമുക്ക് കോഎഫിഷ്യൻസ് നോക്കിയിട്ട് ചെയ്യാവുന്ന വഴിയാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി 1 + x by 1 + x + 1 by x + 6 all raised to x + 4. അപ്പൊ നേരത്തെ ക്വസ്റ്റ്യനിൽ all raised to 4 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ നമ്മൾ എളുപ്പത്തിൽ നമ്മൾ ചെയ്തു. ഇവിടെ x + 4 ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി x + 1 by x + 6 all raised to x into limit extends to infinity x + 1 by x + 6 whole raised to 4 എന്ന് എഴുതാം. ഈ എക്സ്പ്രഷൻ എന്താണ്? ഇപ്പൊ എഴുതിയിട്ടുള്ള രണ്ടാമത്തെ എക്സ്പ്രഷൻ അത് 1 ആണ് അല്ലെ. ഇനി ഇതിനെ മാത്രം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഇതിനെ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഇതിനെ നമ്മൾ എക്സ്പ്രഷൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ട് എങ്ങനെ ചെയ്യാനായിട്ട്. എക്സ് ഔട്ട് സൈഡ് എടുത്തിട്ട് വേണമെങ്കിൽ നിങ്ങൾ ഇപ്പൊ നേരത്തെ ചെയ്ത പോലെ തന്നെ എക്സ് ഔട്ട് സൈഡ് എടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി മുകളിൽ എക്സ് ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ 1 + 1/x ഡിവൈഡഡ് ബൈ എക്സ് ഔട്ട് സൈഡ് എടുക്കുക. വൺ എക്സ് അല്ല 1 ഉണ്ടാവുക. 1 + 6/x എന്ന് വരും. ഓൾ റേസ് ടു എക്സ് ഇൻറ്റു ഈ 1. ഇത് നമ്മൾ ലിമിറ്റ് നേരത്തെ കണ്ടുപിടിച്ചു. ഇത് 1 ആണ് വരിക. ഈ എക്സും എക്സും നമുക്ക് ഇവിടെ കട്ട് ചെയ്ത് കളയാം. ഇനി ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി ഇവിടെ എന്ത് വരും? 1 + 1/x ഹോൾ റേസ് ടു എക്സ്
ഡിവൈഡഡ് ബൈ ലിമിറ്റ് എക്സ് ടെൻസ് ടു സ്പ്ലിറ്റ് ചെയ്ത് രണ്ടാക്കി എടുക്കുകയാണ് നമ്മൾ എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1 പ്ലസ് 6/x ഹോൾ റേസ് ടു എക്സ് എന്ന് വരും. ശരിയല്ലേ? അപ്പോൾ നേരത്തെ നമ്മൾ എഴുതിയ ആ ഫോർമുല അനുസരിച്ച് നിങ്ങൾ ഇങ്ങനെ ഒരു ഫോർമുല എഴുതിയിട്ടുണ്ട്. ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1 പ്ലസ് 1/x ഹോൾ റേസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇ ആയിരുന്നു അല്ലെ? ഇവിടെ ലാംഡ ഉണ്ടെങ്കിൽ ഇവിടെ ഇ റേസ് ടു ലാംഡ എന്ന് വരും. ശരിയല്ലേ? അപ്പോൾ ആ ഒരു കേസിൽ ഈ രണ്ട് ക്വസ്റ്റ്യൻസ് എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും? ഇത് ന്യൂമറേറ്ററിൽ വരുന്നത് എന്താണ്? ഇ ആണ്. ന്യൂമറേറ്ററിൽ ഇ ആണ്. ഡിനോമിനേറ്ററിൽ എന്താ വരിക? ഇ റേസ് ടു 6 ആണ് വരിക. ശരിയല്ലേ? ഇ റേസ് ടു 6 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു 6 മുകളിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇ റേസ് ടു 1 ഇൻറ്റു ഇ റേസ് ടു -6 എന്ന് വരും. ദാറ്റ് ഈസ് ഇ റേസ് ടു -5 എന്നാണ് കിട്ടുക അല്ലെ? ഇ റേസ് ടു -5 ആണ് ഇതിന്റെ ലിമിറ്റ്. അത് ഇവിടെ ഓപ്ഷനിൽ ഇല്ലാത്തതുകൊണ്ട് വി ക്യാൻ റൈറ്റ് നൺ ഓഫ് ദിസ്. ഇതിന്റെ ആൻസർ എന്താണ് വരിക? നൺ ഓഫ് ദിസ് ആണ് വരിക. ക്ലിയർ ആണോ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അതിനകത്തൊക്കെ ഫോർമുല നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഫോർമുല ഉപയോഗിച്ചാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊക്കെ ഒരുവിധം PSC ക്വസ്റ്റ്യൻസിൽ തന്നെയാണ് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അടുത്തത് മൂന്നാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 പ്ലസ് എക്സ് ഹോൾ റേസ് ടു കൊസീക് എക്സ്. 1 പ്ലസ് എക്സ് ഹോൾ റേസ് ടു കൊസീക് എക്സ് എന്ന് പറയുന്ന എക്സ്പ്രഷൻ ആണ്. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ 1 റേസ് ടു കൊസീക് എക്സ്. കൊസീക് 0 എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി ആണ് അല്ലെ? 1 റേസ് ടു ഇൻഫിനിറ്റി എന്നുള്ള ഫോർമാറ്റിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വരിക. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടുത്തെ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സ് ആയിട്ടും ആൻഡ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കൊസീക് എക്സും ആയിട്ടും നമുക്ക് പറയാം അല്ലെ? അപ്പോൾ എങ്ങനെ ചെയ്യാൻ പറ്റും ഇതിനെ? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 പ്ലസ് എക്സ് ഹോൾ റേസ് ടു കൊസീക് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ്പോണൻഷ്യൽ എടുക്കുക അല്ലെ? എക്സ്പോണൻഷ്യൽ എടുത്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇ റേസ് ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 പ്ലസ് എക്സ് ബൈ കൊസീക് എക്സ്. ഇങ്ങനെ എഴുതാലോ? എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് എന്നാണ് നമുക്ക് എഴുതാൻ പറ്റുക. നൗ ദിസ് ഇസ് ഈക്വൽ ടു ഓക്കെ, ഇത് അങ്ങനെയല്ലല്ലോ എഴുതേണ്ടത് അല്ലേ? ഇത് 1 ബൈ സൈൻ എക്സ് എഴുതേണ്ടി വരും. ഓക്കെ, 1 ബൈ സൈൻ എക്സ് എഴുതിയിട്ട് ചെയ്യാം. അപ്പോൾ സൈൻ എക്സ് ആണ് നമ്മളിവിടെ. ഒരു മിനിറ്റ്, യു ക്യാൻ റൈറ്റ് ദിസ് ആസ് 1 ബൈ സൈൻ എക്സ് എഴുതണം. അപ്പോഴല്ലേ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. കാരണം ഇവിടെ എക്സ് ടെൻസ് ടു 0 എന്ത് വരണം? ഈ ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്, ഇത് ജി ഓഫ് എക്സ്. അപ്പോൾ 1 ബൈ സൈൻ എക്സ് ആണ് വരുന്നത്. അപ്പോൾ യു ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ്. 1 പ്ലസ് വേണ്ട, എക്സ് ബൈ സൈൻ എക്സ് അല്ലേ? എക്സ് ബൈ സൈൻ എക്സ് ഇങ്ങനെ വരും. എക്സ് ബൈ സൈൻ എക്സ് വരും. കറക്റ്റ് അല്ലേ? എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ പറയണേ. ഇല്ലാന്ന് വിചാരിക്കണം. നൗ ദിസ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് ബൈ സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് വരിക? ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇതിന്റെ നേരെ താഴത്തേക്ക് എടുക്കാമല്ലോ. എക്സിനെ നമുക്ക് 1 ബൈ സൈൻ എക്സിന്റെ താഴേക്ക് കൊണ്ടുവരാം. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 ബൈ സൈൻ എക്സ് ബൈ എക്സ് എന്ന് എഴുതാം. അപ്പോൾ അത് 1 ആയിട്ട് കിട്ടും നമുക്ക്. Therefore this is e raised to 1 by 1 which is equal to e raised to 1 എഴുതാം. ഇങ്ങനെ എഴുതാം. ഇനി ഇത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എന്ന് തോന്നുകയാണെങ്കിൽ വേറൊരു മെത്തേഡും കൂടെ ഞാൻ പറഞ്ഞുതരാം. നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 പ്ലസ് എക്സ് ഓൾ റേസ് ടു കൊസീക് എക്സ് ആണ് ഉള്ളത്. അതിനെ നമുക്ക് എക്സ് ബൈ സൈൻ എക്സ് എന്ന് എഴുതാം. എക്സ് ബൈ സൈൻ എക്സ്. അപ്പോൾ ഇവിടെ ഈ എക്സ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1 ബൈ എക്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്യും. ഇതൊക്കെ പവർ ആണ് കേട്ടോ 1 പ്ലസ് എക്സിന്റെ. അപ്പൊ നമുക്ക് ഇതിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ എഴുതാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 പ്ലസ് എക്സ് ഹോൾ റേസ് ടു 1 ബൈ എക്സ് ഓക്കെ ഹോൾ റേസ് ടു എക്സ് ബൈ സൈൻ എക്സ് എന്ന് വരും. ശരിയല്ലേ? ഇതിന്റെ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ എക്സ്പ്രഷന്റെ ലിമിറ്റ് ആണ് നമ്മൾ ഇ എന്ന് നേരത്തെ എഴുതിയത്. ആൻഡ് ഇതിന്റെ ലിമിറ്റ് ആണ് നമ്മൾ 1 എന്നും പറഞ്ഞത്. Therefore this is e. അങ്ങനെയും നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഇ എന്ന് പറഞ്ഞ ആൻസർ കിട്ടും. ഏത് മെത്തേഡ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലിമിറ്റിൽ നിന്നൊന്നും ഡയറക്റ്റ് ലിമിറ്റ് കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ PSC എക്സാമിന് പ്രതീക്ഷിക്കേണ്ട കേട്ടോ. അത്യാവശ്യം ടഫ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് നന്നായിട്ട് തന്നെ നോക്കി പോവുക. സീരീസ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ സിലബസിൽ സീരീസ് എന്ന് പറഞ്ഞിട്ട് ആർഒന്റെ സിലബസിൽ സീരീസ് എന്ന് തന്നിട്ടുണ്ടായിരുന്നു. സീക്വൻസും സീരീസ് നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. സാധാരണ PSC പരീക്ഷകൾക്ക് സീക്വൻസും സീരീസ് പഠിക്കുന്നുണ്ട്. എന്നിട്ട് പി സീരീസിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിച്ച PSC ആണ് നമ്മുടെ PSC. അപ്പോൾ പി സീരീസ് എന്ന് പറഞ്ഞാൽ MSCക്കും BSCക്കും ഒക്കെ ഡിഗ്രി സ്റ്റുഡൻസ് റിയൽ അനാലിസിസിൽ പഠിക്കുന്ന സംഗതിയാണ് പി സീരീസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയാം.
അപ്പോൾ അതിൽ നിന്ന് ചോദ്യം ചോദിച്ച PSC ആണ് നമ്മുടെ. അപ്പോൾ അതുകൊണ്ട് ലിമിറ്റ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് തന്നിട്ട് സാധാരണ ഒരു ലിമിറ്റ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഹയർ ലെവലിലുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. അത്യാവശ്യം നന്നായിട്ട് തന്നെ നോക്കേണ്ടി വരും. അപ്പോൾ അത് കൃത്യമായിട്ട് തന്നെ പഠിച്ചു പോകാനാണ് കുറച്ച് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്തത് 4ാമത്തെ ചോദ്യം. ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാതെ പഠിച്ചു വെക്കാം. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൻസറും സിമ്പിൾ ആണ്. കാണാതെ വേണമെങ്കിൽ പഠിക്കാം, അതല്ലെങ്കിൽ ചെയ്ത് നോക്കാം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 x raised to x. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 x raised to x. എങ്ങനെയാണ് ചെയ്യുക? ഇത് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ലിമിറ്റ് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? 0 raised to 0 എന്നാണ് വരിക അല്ലെ? 0 raised to 0 എന്ന് വരും. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ മാത്രമായിട്ട് ഞാനൊരു മെത്തേഡ് പറഞ്ഞുതരാം. y ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 x raised to x എന്ന് നമ്മൾ എഴുതി. രണ്ട് സൈഡിലും ലോഗ് എടുക്കുക. ലോഗ് y ഈക്വൽ ടു ലോഗ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 x raised to x എന്ന് എഴുതാം. ഈ ലോഗ് ലിമിറ്റിന്റെ അകത്തേക്ക് കൊടുക്കുക. അപ്പൊ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 ലോഗ് x raised to x എന്ന് എഴുതാൻ പറ്റും. ഇനി ലോഗരിതത്തിന്റെ പ്രോപ്പർട്ടി ഉണ്ട്. ലോഗ് a raised to b എന്ന് പറഞ്ഞാൽ എന്താണ്? b log a എന്ന് എഴുതാം നമുക്ക് അല്ലെ? ഈ ഒരു പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഇതിനെന്ത് എഴുതാൻ പറ്റും? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 x log x എന്ന് എഴുതാൻ പറ്റും. x log x എന്ന് നമുക്ക് എഴുതാൻ പറ്റും അല്ലെ? ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം നോക്കൂ. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 log x by 1 by x എന്ന് എഴുതാം. log x by 1 by x എന്ന് കൊടുക്കാം. ഇത് എന്തിനാ അങ്ങനെ കൊടുക്കണമെന്ന് വെച്ചാൽ എക്സിന് 0 എന്ന് പറഞ്ഞാൽ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ലോഗ് 0 എന്ന് പറഞ്ഞാൽ അത് ഇൻഫിനിറ്റി ആണ്. ഇത് ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി എന്നുള്ള ഫോർമാറ്റിലാണ് വരിക. ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ ഫോർമാറ്റിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എൽ ഹോസ്പിറ്റൽസ് റൂൾ ആണ് ഉപയോഗിക്കുക അല്ലെ? എൽ ഹോസ്പിറ്റൽസ് റൂൾ ഉപയോഗിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് മുകളിലും താഴെയും സെപ്പറേറ്റ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. എക്സ് ടെൻസ് ടു 0 ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1 by x. ഇനി 1 by x ന്റെ ഡെറിവേറ്റീവ് മൈനസ് 1 by x സ്ക്വയർ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. ഇതെന്താണ് വരിക? മൈനസ് 1 by x ഇവിടെ ഉണ്ടാവും. പിന്നെ ഇവിടെ എക്സ് സ്ക്വയർ ബൈ 1 ഉണ്ടാവും. ഒന്ന് കട്ട് ചെയ്ത് കളയുമ്പോൾ വിൽ ഗെറ്റ് x. ദാറ്റ് ഈസ് ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എന്താണ് വരിക? 0 എന്നാണ് വരിക. ഓക്കെ, അപ്പൊ ഇത് എന്തിന്റെ ലിമിറ്റ് ആണ് അല്ലെങ്കിൽ എന്തിന്റെ വാല്യൂ ആണ്? ലോഗ് വൈയുടെ വാല്യൂ ആണ് നമുക്ക് ഇവിടെ 0 എന്ന് കിട്ടിയിട്ടുള്ളത്. ശ്രദ്ധിക്കണേ, ആൻസർ ചാടി കയറി 0 എന്ന് എഴുതരുത്. ലോഗ് വൈ ആണ് ഇപ്പൊ നമുക്ക് 0 കിട്ടിയിട്ടുള്ളത്. അപ്പൊ y എന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്ക് എഴുതാം? ലോഗ് y എപ്പോഴാണ് 0 ആവുക? y 1 ആകുമ്പോഴാണ് ലോഗ് y 0 ആവുക അല്ലെ? അല്ലെങ്കിൽ നമുക്ക് എക്സ്പോണൻഷ്യൽ എടുത്തു കഴിഞ്ഞാൽ e raised to log y equal to e raised to 0 എന്ന് എഴുതാം. e raised to log y എന്ന് പറഞ്ഞാൽ y, e raised to 0 is 1. അപ്പോൾ y 1 ആവുന്ന സമയത്ത് ഓപ്ഷൻ ബി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത്. 4ാമത്തെ ചോദ്യം. 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 cos x plus sin x whole raised to 1 by x. cos x plus sin x whole raised to 1 by x. ഡയറക്റ്റ് ആയിട്ട് ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ cos 0 എന്ന് പറഞ്ഞാൽ 1 എന്ന് കിട്ടും. sin 0 0 ആണ്. 1 raised to 1 by 0 എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി. 1 raised to infinity ഫോർമാറ്റ് ആണ് ഇത് അല്ലെ? 1 raised to infinity ഫോർമാറ്റ് ആണ്. അപ്പൊ ഇവിടുത്തെ f of x whole raised to g of x എന്നുള്ള കേസ് നമുക്ക് ഉപയോഗിക്കാം. f of x whole raised to g of x ലാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞിരുന്ന ഇക്വേഷൻ ഒന്ന് നോക്കാം. ഈ ഒരു ഇക്വേഷൻ ആണ് f of x whole raised to g of x എന്നുള്ള ഫോർമാറ്റ്. അപ്പൊ e raised to limit x tends to 0 sorry x tends to a f of x minus 1 into g of x ആണ് നമ്മൾ എഴുതേണ്ടത് അല്ലെ? അപ്പൊ അതാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. നോക്കാം. ലിമിറ്റ് x tends to 0 cos x plus sin x all raised to 1 by x is equal to e raised to limit x tends to 0 cos x plus sin x minus 1 into എന്ത് എഴുതണം? g of x എഴുതണം. g of x is 1 by x. Okay, now this is equal to ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക നോക്കൂ. ഇവിടെ കോസിന് 1 കൊടുക്കാം നമുക്ക്. cos 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ 1 minus 1 0 എന്ന് വരും. 0 by 0 ഇൻഡിറ്റർമിനന്റ് ഫോം ആണ് അല്ലെ? ഇൻഡിറ്റർമിനന്റ് ഫോം ആയതുകൊണ്ട് നമ്മൾ എൽ ഹോസ്പിറ്റൽസ് റൂൾ പിന്നെയും ഉപയോഗിക്കും. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇതിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്. കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് പ്ലസ് സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് എന്ന് വരും. ഡിവൈഡഡ് ബൈ എക്സിന്റെ ഡെറിവേറ്റീവ് 1 അല്ലെ? ഇനി ലിമിറ്റ് നേരിട്ട് കൊടുത്തോളൂ. ഇ റേസ് ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ സൈൻ 0 0 വരും. കോസ് 0 എന്ന് പറഞ്ഞാൽ 1 വരും. ഇ റേസ് ടു 1 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ദാറ്റ് ഇസ് ഓപ്ഷൻ എ ആണ് ആൻസർ. ഇ റേസ് ടു 1 ഇസ് ഇ അല്ലെ? ഇ റേസ് ടു 1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇ ആണ്. ഓക്കെ, ഇതായിരിക്കും നമ്മുടെ 5ാമത്തെ ക്വസ്റ്റ്യന് ആൻസർ. 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ലിമിറ്റ് n tends to infinity 1 plus tan b by n whole raised to n. tan b by n whole raised to n.
as n tends to infinity 1 plus tan b by n എന്ന് പറഞ്ഞാൽ b by n എന്ന് പറഞ്ഞാൽ 1 ഇൻഫിനിറ്റി കൊടുത്ത 1 by infinity 0 ആണ്. അപ്പോൾ tan 0 0 എന്ന് വരും. അപ്പോൾ 1 raised to infinity ഫോർമാറ്റ് again നമുക്ക് ഇവിടെ വന്നു. 1 raised to infinity ഫോർമാറ്റ് അല്ലേ? 1 raised to infinity ഫോർമാറ്റ് വന്നു. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ നേരത്തെ ചെയ്ത അതേ ഫോർമുല തന്നെ, ഈ എഴുതിയിട്ടുള്ള അതേ ഫോർമുല തന്നെ നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. അപ്പോൾ ലിമിറ്റ് n tends to infinity 1 plus tan b by n all raised to n എന്ന് പറഞ്ഞതിനെ നമുക്ക് e raised to limit n tends to infinity 1 plus tan b by n minus 1 into n എന്ന് എഴുതാം. ഓക്കെ, ഇങ്ങനെ നമുക്ക് എടുക്കാം. Now this is equal to ഈ എന്നും സോറി 1ഉം 1ഉം ക്യാൻസൽ ചെയ്ത് കളയാം. പിന്നെ ബാലൻസ് വരുന്നത് e raised to limit n tends to infinity tan b by n, ഇത് n ആണ്. അപ്പൊ നമുക്ക് ഡിവൈഡഡ് ബൈ 1 by n എഴുതാലോ, ഇങ്ങനെ എഴുതാം. അപ്പൊ ഇവിടെ ഒരു b by n ബിയും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമുണ്ട് ചെയ്യാനായിട്ട്. അപ്പൊ ലിമിറ്റ് n tends to infinity ഒരു b മൾട്ടിപ്ലൈ ചെയ്യുക അവിടെ, ഇവിടെ ഡിനോമിനേറ്ററിൽ ഒരു b നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ സോറി ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും b മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ tan b by n by b by n വരും. ഓക്കെ, ആൻഡ് ഇതിന്റെ ലിമിറ്റ് എന്താണ്? n tends to infinity എന്ന് പറയുമ്പോൾ 1 by n tends to 0 എന്നല്ലേ നമ്മൾ എഴുതുന്നത്. ലിമിറ്റ് 1 by n tends to 0 b into tan b by n by b by n. ഓക്കെ എന്ന് വരും. അപ്പോൾ ഇതിന്റെ ലിമിറ്റ് എന്താണ് കിട്ടുക? നമുക്ക് നേരത്തെ സൈനിന്റെ ലിമിറ്റ് എഴുതിയ പോലെ തന്നെ സൈൻ എക്സ് ബൈ എക്സ് എന്ന് പറയുന്നതിന്റെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 എന്നാണ് എഴുതിയത് അല്ലെ? അത് തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടുക. Therefore this is equal to e raised to b എന്ന് വരും. ഓക്കെ, e raised to b എന്നാണ് നമുക്ക് ആൻസർ വരിക. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ആറാമത്തെ ചോദ്യമാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. ഏഴാമത്തെ ചോദ്യം നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് മൈനസ് 1 ബൈ ലോഗ് എക്സ്. ഓക്കെ, ഡയറക്റ്റ് ആയിട്ട് എക്സിന് 1 കൊടുത്തു കഴിഞ്ഞാൽ സംഭവിക്കുക 1 മൈനസ് 1 ബൈ ലോഗ് 1 വരും. ദാറ്റ് ഈസ് 0 ബൈ 0 എന്നുള്ള ഫോർമാറ്റിൽ വരും. അപ്പം നമ്മൾ എൽ ഹോസ്പിറ്റൽസ് റൂൾ യൂസ് ചെയ്യും. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുമ്പോൾ 1 ബൈ ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1 ബൈ എക്സ് അല്ലേ? നൗ ദിസ് ഇസ് ഈക്വൽ ടു എക്സ് മുകളിലോട്ട് പോകും, ലിമിറ്റ് കൊടുക്കുക 1 നമുക്ക് ആൻസർ കിട്ടും. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ വരിക. ക്ലിയർ അല്ലേ? സംശയങ്ങളൊന്നുമില്ല എന്ന് വിചാരിക്കണം. ഇതാണ് ഏഴാമത്തെ ചോദ്യം. എട്ടാമത്തെ ദിവസം നോക്കുക. ഇത് ലാസ്റ്റ് ക്വസ്റ്റൻ ആണ് കേട്ടോ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ ഓഫ് എക്സ് ബൈ 4 ബൈ 4. സൈൻ ഓഫ് എക്സ് ബൈ 4 ബൈ 4. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഡയറക്റ്റ് ആയിട്ട് ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എന്താണെന്ന് ആദ്യം നോക്കാം. ലിമിറ്റ് എക്സ് ബൈ 4 ബൈ എക്സ് എന്ന് പറയുമ്പോൾ എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ സൈൻ 0 0 ബൈ 0 0 ബൈ 0 ഫോം വരും. എൽ ഹോസ്പിറ്റൽസ് റൂൾ യൂസ് ചെയ്തോളൂ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ 4ന്റെ ഡെറിവേറ്റീവ് എന്താണ്? കോസ് എക്സ് ബൈ 4 ഇൻറ്റു 1 ബൈ 4 ഡിവൈഡഡ് ബൈ എക്സിന്റെ ഡെറിവേറ്റീവ് 1 എന്ന് വരും. ഇനി ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ലിമിറ്റ് ഇവിടെ കൊടുക്കാം. എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ കോസ് 0 ഇൻറ്റു 1 ബൈ 4. കോസ് 0 is 1, therefore 1 by 4 is the answer. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ ലിമിറ്റ് എന്ന് പറയുന്ന ഈ ഒരു സെഷൻ. അപ്പോൾ ലിമിറ്റിലെ കംപ്ലീറ്റ് കാര്യങ്ങളും 2 ക്ലാസ്സുകളായിട്ട് 2 ലൈവ് ക്ലാസ്സുകളായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂസ് ഫങ്ഷൻസ് പിന്നെ ഡിഫറൻസിയേഷൻ ആ കാര്യങ്ങളൊക്കെയാണ് നെക്സ്റ്റ് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ അടുത്ത